ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾ അയാളുടെ മാത്രം കഴിവിൻ്റെ ഭാഗമായിട്ട് ഒളിവിലിരിക്കുകയല്ലോ. അയാൾക്കൊരു രാഷ്ട്രീയ പശ്ചാത്തലമുണ്ടല്ലോ, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ സംരക്ഷണമുണ്ടല്ലോ, ഭാവിയിലെ നിക്ഷേപമാണ് എന്ന് കണക്കാക്കിയ ഒരാളല്ലേ. അപ്പോൾ അദ്ദേഹത്തെ ആ നിലയിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികളല്ലേ സ്വീകരിച്ചു പോകുന്നത്. അതിൽ ആർക്കൊക്കെ പങ്കുണ്ട്? ഇന്ന് രാവിലെ പ്രസ്താവന നടത്തിയ ആൾ മാത്രമാണോ? അതിൻ്റെ മൂത്തതുണ്ടോ? ആ മൂത്തതിൻ്റെയും മൂത്തതുണ്ടോ? ഇതൊക്കെ പരിശോധിച്ചാൽ മാത്രമല്ലേ മനസ്സിലാവൂ. ഇലക്ഷനിൽ LDF നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണല്ലോ. അപ്പോൾ LDFന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി ചില വിദഗ്ധന്മാരും വിദഗ്ധകളുമൊക്കെ രംഗത്ത് വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ചോദ്യമായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കാൻ പറ്റൂ. LDFന് യാതൊരു തരത്തിലുള്ള പ്രയാസവുമില്ല, നല്ല യോജിപ്പോടെ മുന്നോട്ട് പോവുകയാണ്. ഒരു തരത്തിലുള്ള അനൈക്യവും LDFനകത്തില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം കൃത്യതയാർന്ന നിലപാട് LDFനുണ്ട്. അത് എന്താണ്? PMCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം എന്നത് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെ പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കാര്യമാണ്. ആ പുതിയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കാത്ത കൂട്ടരാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിൻ്റെ നയം തന്നെയാണ് ഇവിടുത്തെ LDFനുള്ളത്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ അത്തരമൊരു നയം നടപ്പാക്കാനുള്ള നിർബന്ധമാണ് കേന്ദ്ര ഗവൺമെൻറ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആ നയത്തോട് ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തത ഈ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള താല്പര്യത്തിൻ്റെ സംരക്ഷകർക്ക് അവരുടെ ഭാഗത്ത് ഉണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കോൺഗ്രസിനെ കുറിച്ച് ചിന്തിക്കണം. കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ഭരണത്തിലുണ്ടായിരുന്നല്ലോ, ഇപ്പോഴും ഉണ്ട്. അല്ലാതെയും നേരത്തെ ഭരണത്തിലുണ്ടായിരുന്ന സംസ്ഥാനങ്ങളുമുണ്ട്. ആ ഭരണത്തിലുണ്ടായിരുന്ന ഘട്ടങ്ങളിലെല്ലാം ഇവിടെ PMC എന്നത് അവർ നല്ല രീതിയിൽ ഒപ്പിട്ട് അംഗീകരിച്ച് നടപ്പാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ആ സംസ്ഥാനത്ത് കേന്ദ്രത്തിൻ്റെ ഈ പറയുന്ന നയം, കേന്ദ്ര വിദ്യാഭ്യാസ നയം, പുത്തൻ വിദ്യാഭ്യാസ നയം, അത് നടപ്പാക്കാമെന്നുള്ളതാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.